പറയട്ടെ, ഈ ഉദ്യോഗസ്ഥ പറഞ്ഞത് ശരിയാണ്. പോലീസുകാർക്ക് അമ്പലത്തിലോ പള്ളിയിലോ ആരാധന സ്ഥലങ്ങളിലോ അവിടുത്തെ അധികാരികളുടെ പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റില്ല. ഇത് പറഞ്ഞത് ഞാനല്ല, മുൻ DGP ശ്രീലേഖയാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് പരിപാവനമായിട്ടുള്ള സ്ഥലമാണ്. അതിനകത്ത് ക്ഷേത്രത്തിലെ ആൾക്കാരുടെ അനുവാദമില്ലാതെ പോലീസ് ഓഫീസേഴ്സിന് കയറാനോ തല്ലിച്ചവിട്ടി തുറക്കാനോ അധികാരമില്ല. ഒരു ആരാധനാലയത്തിലും അവരുടെ അനുവാദമില്ലാതെ പോലീസിനെ ഒന്നിനും കയറാൻ പാടില്ല. ഇവരുടെ ഈ ഒരു പ്രസ്താവന കേട്ടപ്പോൾ എനിക്കും ഒരു സംശയം. കാരണം ഇവർ സാധാരണ ഒരു സ്ത്രീയല്ല, പോലീസിലെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ നിയമപുസ്തകങ്ങൾ എടുത്ത് നോക്കി. പോലീസിന് അങ്ങനെ ഒരു അധികാരം ഇല്ലാതിരിക്കുമോ? അപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. ഞാൻ വളരെ സങ്കടത്തോടെ പറയട്ടെ, ഈ ഉദ്യോഗസ്ഥ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുമെങ്കിലും തെറ്റാണ്. പോലീസിന് അമ്പലങ്ങളിലോ പള്ളിയിലോ മറ്റ് ആരാധനാലയങ്ങളിലോ ഒരു അധികാരിയുടെയും പെർമിഷൻ ഇല്ലാതെ കടക്കാവുന്നതാണ്, ഇൻവെസ്റ്റിഗേഷൻ നടത്താവുന്നതാണ്, അവരുടെ ജോലി കൃത്യമായി നടത്താവുന്നതാണ്. പക്ഷേ ഈ ആരാധന ആലയങ്ങളിൽ പോകുമ്പോൾ അവരുടെ ദൈവികമായ ബിംബങ്ങളോ മറ്റു കാര്യങ്ങളോ ബഹുമാനത്തോടെ തന്നെ കൈകാര്യം ചെയ്യണം. വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളിൽ മാത്രമേ ഇത്തരത്തിലുള്ള അധികാരം എടുക്കാൻ സാധിക്കൂ. അത്തരത്തിലുള്ള അധികാരങ്ങൾ എടുക്കുന്നതിന് പ്രത്യേകിച്ച് വാറണ്ടോ പെർമിഷനോ ഒന്നും തന്നെ ആവശ്യമില്ല. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ, കേരളത്തിലെ DGP നിലയിലിരുന്ന ആദ്യത്തെ വനിതാ ഉദ്യോഗസ്ഥ, ഇന്നിലകളിലെല്ലാം പ്രാഗൽഭ്യം തെളിയിച്ച ആ വ്യക്തി ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നറിയണ്ടേ? മാഡം, ഒരു വാക്ക്, ഉണ്ട ചോറിന് നന്ദി കാണിക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഉണ്ട ചോറിൽ വെറുതെ ചാണകം വാരിയിടരുത്.